നമസ്കാരം. കേരളത്തിലെ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ നടക്കുന്ന ഭയപ്പെടുത്തുന്ന അവയവ കച്ചവടത്തിൻ്റെ കണ്ണികളിലേക്കുള്ള ഒരു ജൈത്രയാത്രയുടെ ആരംഭമാണ് ED ഇന്നലെ നടത്തിയ റെയ്ഡ്. ഏതാനും ആഴ്ചകളായി കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഈ അവയവ കച്ചവട മാഫിയയുടെ പിന്നാലെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിലും ഈ മാഫിയയ്ക്ക് സ്വകാര്യ ആശുപത്രികളുമായും അവിടെ ജോലി ചെയ്യുന്ന ചില ഡോക്ടർമാരുമായും ഉള്ള ബന്ധം പുറത്തു കൊണ്ടുവരാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ED എത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയെ ബാധിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് എത്രമാത്രം ജാഗ്രത കുറവാണ് നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളത് എന്നതിൻ്റെ തെളിവാണ് ഇന്നലത്തെ ED റെയ്ഡിനെ കുറിച്ച് ചില ബ്രേക്കിംഗ് ന്യൂസുകളിലും സ്ക്രോളുകളിലും മാത്രം ചർച്ച അവസാനിപ്പിച്ചത്. ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിൽ ഇന്നലെ ആരും അന്തിച്ചർച്ച നടത്തിയില്ല. സോഷ്യൽ മീഡിയയിൽ ആരും ഈ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് ചർച്ച വേണം എന്ന് സംസാരിച്ചില്ല. കാരണം പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രി ഫാർമ മാഫിയ നമ്മുടെ മേൽ അത്ര ശക്തമായി പിടിമുറുക്കിയിരിക്കുന്നു. അമേരിക്കൻ ഭീമന്മാർ കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടറിൽ കൊണ്ടുപോയി കോടികൾ മുടക്കുന്നത്, ഒരു ആശുപത്രിയൊക്കെ 2000-3000 കോടി രൂപയ്ക്ക് വാങ്ങുന്നത് ഈ അവയവ കച്ചവട മാഫിയയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന് വ്യക്തമാണ്. അറിഞ്ഞോ അറിയാതെയോ ഇവിടുത്തെ മാധ്യമങ്ങളും ഈ മാഫിയയുടെ ഭാഗമായി പോകുന്നത് കൊണ്ടാണ് ഇന്നലെ ഒരൊറ്റ ചാനൽ പോലും ഇത് അന്തിച്ചർച്ചയ്ക്കുള്ള വിഷയമാക്കി മാറ്റാതിരുന്നത്. 5 ആശുപത്രികളിലും കൊല്ലത്തും കാസർഗോഡും എറണാകുളം കിഴക്കമ്പലത്തുമാണ് റെയ്ഡ് നടന്നതായി ഇന്നലെ വാർത്തകൾ പുറത്തു വന്നത്. ഇന്നലെ ഏതൊക്കെ ആശുപത്രി എന്നതിനെക്കുറിച്ച് കൃത്യമായ സ്ഥിരീകരണം ആരും നടത്തിയിട്ടില്ല. സാധാരണഗതിക്ക് ഇത്രയും സുപ്രധാനമായ ഒരു റെയ്ഡ് നടക്കുമ്പോൾ ED വൈകുന്നേരത്തോടെ പത്രക്കുറിപ്പ് ഇറക്കുന്നതാണ്. അത്തരമൊരു സൂചനയായിരുന്നു രാവിലെ ബന്ധപ്പെടുമ്പോൾ ED വൃത്തങ്ങൾ നൽകിയതെങ്കിൽ വൈകുന്നേരം റെയ്ഡ് കഴിഞ്ഞിട്ടും ED ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പും ഇറക്കിയില്ല. പോലീസിനോട് വിളിച്ച് ചോദിക്കുന്നത് പോലെ ED ഉദ്യോഗസ്ഥരോട് വിളിച്ച് നമുക്ക് വിവരം ശേഖരിക്കുക അത്ര എളുപ്പമല്ല. എന്തുകൊണ്ടാണ് ED ഉദ്യോഗസ്ഥർ പത്രക്കുറിപ്പ് ഇറക്കി എവിടെയൊക്കെ റെയ്ഡ് നടത്തി എന്ന് വിശദീകരിക്കാതിരുന്നത് എന്നത് സംശയാസ്പദമാണ് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഞങ്ങളുടെ അന്വേഷണത്തിൽ 2 ആശുപത്രികളിലെ റെയ്ഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എറണാകുളം ലേക്ക് ഷോറിലും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ്, ആലുവ രാജഗിരിയിൽ പരിശോധന നടന്നെങ്കിലും രേഖകൾ തൃപ്തികരമായതുകൊണ്ടും ദുരൂഹമായ ഒരു രേഖയും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടും നേരത്തെ തന്നെ റെയ്ഡ് അവസാനിപ്പിച്ചു. ആസ്റ്റർ അടക്കമുള്ള ആശുപത്രികൾ റെയ്ഡ് ഉണ്ട് എന്ന് വാർത്ത പരന്നെങ്കിലും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ കൃത്യതയോടുകൂടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് എറണാകുളത്തെ ലേക്ക് ഷോറിലും മെഡിക്കൽ ട്രസ്റ്റിലും ഈ പരിശോധന നടന്നു എന്നാണ്. തിരുവനന്തപുരത്തെയും കോട്ടയത്തെയും ഓരോ ആശുപത്രികളിൽ പരിശോധന നടന്നു എന്ന് പറയപ്പെടുന്നെങ്കിലും ഈ ആശുപത്രി ഏത് എന്ന് ഇപ്പോഴും വ്യക്തതയില്ല. ലേക്ക് ഷോറിലും മെഡിക്കൽ ട്രസ്റ്റ് നടന്ന റെയ്ഡിൽ നിർണായകമായ പല രേഖകളും ED കണ്ടെടുത്തു എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാസർഗോഡ് സ്വദേശിയായ നജീബ് കല്ലത്ര എന്ന അവയവ കച്ചവട മാഫിയയുടെ പ്രധാനമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൻ്റെ തെളിവുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലക്ഷക്കണക്കിന് രൂപ പല സാഹചര്യങ്ങളിലും ഈ നജീബ് കല്ലത്രയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ സമയങ്ങളിലൊക്കെ ഇത്തരം ആശുപത്രികളിൽ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും സംഭവിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും ചികിത്സാ റിക്കോർഡ്സുമൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ED കള്ളപ്പണ ഇടപാട് കേസിൻ്റെ സാധ്യതകളിലേക്ക് കടക്കുക. വലിയ കുരുക്കിൽപ്പെട്ടിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. 1.5 മാസം മുൻപാണ് ഈ അവയവ കച്ചവട മാഫിയയിലേക്ക് വാതിൽ തുറക്കുന്ന കേരള പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത്. ചില ഇടപാടുകൾ തമ്മിൽ തെറ്റിയപ്പോഴായിരുന്നു ഈ പ്രശ്നം ലോകമറിഞ്ഞത്. തുടർന്ന് എറണാകുളം കുന്നത്തുനാട് സൺ കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡിൽ ഞെട്ടിക്കുന്ന പല രേഖകളും കണ്ടെത്തുന്നു. മന്ത്രിമാർ, MLAമാർ, MP മാർ, പോലീസ് ഓഫീസർമാർ തുടങ്ങിയവരുടെ പേരിലുള്ള വ്യാജ ശുപാർശ കത്തുകളും വ്യാജ ലാബ് റിപ്പോർട്ടുകളും മറ്റുമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഭാഗമായി സ്ഥാപന നടത്തിപ്പുകാരൻ സണ്ണി വർഗീസിനെയും ഭാര്യ സിനിയെയും അറസ്റ്റ് ചെയ്യുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും സനോജ് എന്ന 32കാരനെയും ഈ കേസിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീടാണ് കല്ലത്ര നജീബിനെ തപ്പി നടക്കുന്നത്. മുഖ്യ ആസൂത്രകനായ നജീബിനെ ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു വിദഗ്ധമായി പോലീസ് പിടികൂടിയത്. തുടർന്നാണ് കൊല്ലത്ത് 2 പേർ കൂടി പിടിയിലാവുന്നത്. കൊല്ലം പുളിയത്തുമുക്ക് ശ്രീജയും പട്ടത്താനം സ്വദേശി സുധീറുമായിരുന്നു പിടിയിലായത്. ഇവർ 2 പേരും ഈ അവയവ മാഫിയയുടെ ഏജന്റുമാരാണെന്ന് തെളിവുകൾ സഹിതം പോലീസ് കണ്ടെത്തുന്നു. കല്ലത്ര നജീബും ഭാര്യയും മാത്രമല്ല ശ്രീജയും സുധീറുമൊക്കെ കോടികളുടെ ഇടപാട് നടത്തിയതായി കണ്ടെത്തുന്നു. ഈ ഇടപാടിൻ്റെയൊക്കെ ഒരു വശത്ത് പഞ്ചനക്ഷത്ര ആശുപത്രികളാണ് എന്ന് അന്ന് തന്നെ ആരോപണമുണ്ടായെങ്കിലും കഴിഞ്ഞ സർക്കാർ
അവിടേക്ക് കയറാൻ അനുമതി കൊടുത്തില്ല. തുടർന്നാണ് ED കേസെടുക്കുന്നതും ED പഞ്ചനക്ഷത്ര ആശുപത്രികളിലും ഈ പറയുന്ന പ്രതികളുടെ വീടുകളിലും ഇന്നലെ റെയ്ഡിനിറങ്ങുന്നത്. ED അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ശ്രീജയുടെ വീട്ടിൽ ഇന്നലെ പരിശോധന നടത്തിയതും നിർണായകമായ പല തെളിവുകളും കണ്ടെടുത്തതും. മാധ്യമങ്ങളൊക്കെ ശ്രീജയുടെയും സുധീറിൻ്റെയും ഒക്കെ റെയ്ഡിൻ്റെ പിന്നാലെയാണ് പോയത്. ആശുപത്രികളെ അവർ തിരിഞ്ഞു നോക്കാൻ ഭയന്നു. എന്നാൽ ഇത് പഞ്ചനക്ഷത്ര ആശുപത്രികളും അവിടുത്തെ ചില ഡോക്ടർമാരും, ഞാൻ പേരെടുത്ത് പറഞ്ഞു ചില ഡോക്ടർമാരും, എല്ലാ ഡോക്ടർമാരും അത്തരക്കാരല്ല, വളരെ കുറച്ച് പണത്തോട് ആർത്തിയുള്ള ചില ഡോക്ടർമാരും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചില രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു വലിയ മാഫിയാണ്. ആ മാഫിയയുടെ കൃത്യമായ വാതിൽ തുറന്നാൽ ഇവരൊക്കെ അകത്തായേക്കും എന്ന ആശങ്ക കൊണ്ടാവാം കേരള പോലീസ് അവിടേക്ക് പോവാതെ ഇടനിലക്കാരിൽ മാത്രം കേസ് ഒതുക്കിയത്. എന്നാൽ ED ഇടപെടൽ നടത്തിയതോടെ ഇവരിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതാവും. നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ ഒരു അവയവ കച്ചവട മാഫിയാണ് ഇവിടെ നടക്കുന്നത്. വളരെ നിഷ്കളങ്കമെന്ന് നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇത് സംഭവിക്കുന്നത്. ഒരു രോഗി അവയവം മാറ്റേണ്ട സാഹചര്യത്തിൽ ഈ പഞ്ചനക്ഷത്ര ആശുപത്രിയിലായാൽ അവർക്ക് പറ്റിയ അവയവം കിട്ടാതെ വന്നാൽ, അത്തരം ബന്ധുക്കളില്ലാതെ വന്നാൽ അവർ ആശുപത്രി വൃത്തങ്ങളെ അറിയിച്ചാൽ മതി. ആശുപത്രി വൃത്തങ്ങൾ മാഫിയയുടെ സഹായത്തോടെ അവയവം സംഘടിപ്പിക്കും. ഏറ്റവും ആദ്യം മുൻഗണന കൊടുക്കുന്നത് വിദേശത്ത് പോയി ചികിത്സിക്കാനാണ്. പണമുള്ളവരൊക്കെ വിദേശത്തായിരിക്കും ഈ ചികിത്സകൾ നടത്തുക. 1.5 കോടി രൂപയാവും അതിൻ്റെ നിരക്ക്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി വിസയുമായി വിദേശത്തേക്ക് കൊണ്ടുപോകും. ഇത്തരം ആശുപത്രികളിൽ പലതിനും വിദേശത്ത് ശാഖകളുള്ളത് ഈ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അവയവദാതാവിനെയും ആ രാജ്യത്തേക്ക് കൊണ്ടുപോകും. അതിനുള്ള നടപടിക്രമങ്ങളും പേപ്പറുമെല്ലാം ഈ മാഫിയ ഉണ്ടാക്കി കൊടുക്കും. ബന്ധുവാണ് എന്ന കടലാസാണ് പ്രധാനമായും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ വിദേശത്ത് സുരക്ഷിതമായി എത്തിച്ച് ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം തുടർ ചികിത്സയ്ക്കായി പണമുള്ള അവയവം സ്വീകരിച്ചാൽ വിദേശത്ത് തന്നെ ചികിത്സ തുടരും. അവയവം ദാനം ചെയ്തവരെ നാട്ടിലെത്തിച്ച് ചികിത്സിക്കും. ഇവർ അവയവം ദാനം ചെയ്തതിൻ്റെയോ സ്വീകരിച്ചതിൻ്റെയോ രേഖകൾ ഇവിടെ ഇല്ലാത്തതിനാൽ ഇവിടെ നിയമപരമായി സുരക്ഷിതമാണ്. അതേസമയം 1.5 കോടി രൂപയും 2 കോടി രൂപയൊന്നും മുടക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് 50 ലക്ഷം രൂപയ്ക്ക് ഈ മാഫിയ ഇവിടെ തന്നെ ചികിത്സ ഒരുക്കി കൊടുക്കും. അതിനുവേണ്ടിയാണ് ബന്ധുവാണ് എന്ന തരത്തിലുള്ള രേഖകൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയാണ് ഏതെങ്കിലും ഒരു ലാബിൽ പോയി പരിശോധന നടത്താതെ ഇവിടെ തന്നെ ഇവർ പരിശോധന നടത്തുന്ന രേഖകൾ ഉണ്ടാക്കുന്നത്. ഇതും ആശുപത്രി വൃത്തങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഒരു രോഗിക്ക് കിട്ടുന്നതിൻ്റെ 10 മടങ്ങ് ലാഭമാണ് ഇത്തരം ആശുപത്രികൾക്ക് ഇത്തരം ഓപ്പറേഷൻ വഴി കിട്ടുന്നത്. ഈ മാഫിയയുടെ ഭാഗമാവുന്ന ഡോക്ടർമാർക്കും 2-3 ഇരട്ടി പ്രതിഫലം കൊടുക്കും. വിസിറ്റിംഗ് ഡോക്ടർ എന്ന നിലയിലായിരിക്കും ഇവർ വിദേശത്തേക്ക് സഞ്ചരിക്കുന്നത്. പലപ്പോഴും കള്ളപ്പണ ഇടപാടാണ് നടക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് വഴി സാമ്പത്തിക ഇടപാട് നടത്താതെ നേരിട്ട് കാശായി കൈപ്പറ്റി ആശുപത്രി ചികിത്സയ്ക്കും മറ്റുമുള്ള പണം മാത്രം അക്കൗണ്ടിൽ കാണിക്കുന്ന രീതിയാണ്. ഇവിടെ വീണു പോകുന്നത് പാവപ്പെട്ടവരാണ്, കേരളത്തിനകത്തും പുറത്തുമുള്ളവർ. അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ വിളിച്ച് ഇവിടെ പണിയെടുക്കാൻ വന്ന പലരും ഈ കെണിയിൽ പെട്ടുപോയിട്ടുണ്ട്. ഏറ്റവും ഡിമാൻഡുള്ള അവയവം വൃക്കയാണ്. ജീവനുള്ള ഒരു വ്യക്തിക്ക് ഒരു വൃക്ക മാത്രം മതി എന്നതുകൊണ്ട് തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ മറ്റേ വൃക്ക കൊടുക്കാൻ തയ്യാറാണ്. നിയമം മൂലം ഇത് നിരോധിച്ചിരിക്കുന്നതാണ്. അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അവയവം കൈമാറാൻ അനുമതിയുള്ളൂ. എന്നാൽ ഇവർ ബന്ധുവാണ് എന്ന വ്യാജ പേപ്പർ ഉണ്ടാക്കി പോലീസിൻ്റെയൊക്കെ ഒത്താശയോടുകൂടി രോഗിക്ക് അവയവം കൈമാറ്റം ചെയ്യുന്നു. 2-3 ഏറിയാൽ 5 ലക്ഷം രൂപയാണ് ഇങ്ങനെ അവയവം ദാനം ചെയ്യുന്നവർക്ക് കിട്ടുന്നതെങ്കിൽ ഈ മാഫിയയ്ക്ക് കിട്ടുന്നത് 25-30 ലക്ഷം രൂപയാണ്. ആശുപത്രിക്കാർ വാങ്ങിയെടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയും. എന്ന് വെച്ചാൽ ആശുപത്രി ചികിത്സയ്ക്കൊപ്പം അവയവത്തിൻ്റെ പേരിലും കോടികൾ ലാഭമുണ്ടാക്കാൻ കഴിയുന്നു. ഇങ്ങനെയാണ് ഈ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ പലതും കോടികൾ ലാഭമുണ്ടാക്കുന്നത്. ഈ ലാഭം കണ്ടിട്ടാണ് അമേരിക്കൻ കമ്പനികൾ അടക്കമുള്ളവർ ഇവിടെ എത്തി 2000-3000 കോടി രൂപയ്ക്ക് ഈ ആശുപത്രികൾ വാങ്ങുന്നത്. ഇതിനെതിരെ സംസാരിക്കാൻ നമുക്കൊരധികാരവുമില്ല. എന്തെങ്കിലും സംസാരിച്ചാൽ അവർക്കെതിരെ കള്ളക്കേസുണ്ടാവും. കൊല്ലത്തൊരു ഗണപതി എന്ന ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ പലതവണ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. IMA എന്ന സംഘടന ഈ കൊള്ളക്കാർക്കൊപ്പം നിലയുറപ്പിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം മാഫിയകളെ നിലയ്ക്ക് നിർത്താൻ കഴിയില്ല. മറുനാടിനെതിരെ ഒട്ടുമിക്ക പഞ്ചനക്ഷത്ര ആശുപത്രികളും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പോലും കേസ് കൊടുത്തിരിക്കുന്നത് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി അവർക്കെതിരെ ശബ്ദിക്കുന്നത് നിർത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ്. മറ്റു മാധ്യമങ്ങൾ പലപ്പോഴും അവർക്ക് കിട്ടുന്ന പണം കൊണ്ട്, അവരുടെ കേസ് നടത്താനുള്ള വിമുഖത കൊണ്ട് ജനങ്ങൾ അറിയേണ്ട ഇത്തരം കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു. പക്ഷേ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവയവ മാഫിയയുടെ ഓപ്പറേഷൻ രീതി.